സോ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിനെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു അപ്രോച്ച് ഡിസ്കഷൻ ആണ് നമ്മൾ ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നടത്താവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ ഡിസ്കഷൻ നടത്താൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, ബേസിക്കലി മനസ്സിലാക്കി വെക്കുക, 19th ആൻഡ് 20th സെഞ്ചുറിയുടെ സമയത്ത് ഇന്ത്യയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിന്റെ ബാക്കപ്പ് ആയിട്ട് സോഷ്യലി കുറച്ച് മാറ്റങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് സോഷ്യൽ ആൻഡ് റിലീജിയൻസിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡെവലപ്മെന്റ്സ് കൂടെ ഉള്ളത് കൊണ്ട് റിലീജിയസ് റിഫോർമേഷൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ 19-20 നൂറ്റാണ്ടിന്റെ സമയത്താണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില വിശ്വാസ രീതികളെ, റിലീജിയസ് പരമായിട്ടുണ്ടായിരുന്ന ചില സൂപ്പർസ്റ്റീഷ്യസ് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഈവിൾ പ്രാക്ടീസസ്, അതിനൊക്കെ ഒന്ന് റിഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ റിഫോർമേഷൻ പഠിക്കുന്ന സമയത്ത് there are two approaches. രണ്ട് അപ്രോച്ചുകളുണ്ട്. ഒന്ന്, ചില മൂവ്മെന്റുകൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ടോട്ടലി ചേഞ്ചിങ് ദ നേച്ചർ ഓഫ് ദ സൊസൈറ്റി. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, റിഫോർമേഷൻ എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ നേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. ഫോർ എക്സാമ്പിൾ, സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ഈവിൾ പ്രാക്ടീസ് നിലനിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഈവിൾ പ്രാക്ടീസസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. സോ റിഫോർമേഷൻ ദാറ്റ് ഈസ് ബ്രിങ്ങിങ് സെർട്ടൻ കൈൻഡ് ഓഫ് ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റൻസ് സിസ്റ്റം, അങ്ങനെയുള്ളതിനെ റിഫോർമേഷൻ എന്ന് പറയാം. അതേ സമയത്ത് ഈ ഒരു പീരീഡിൽ തന്നെ പലപ്പോഴും ട്രഡീഷൻസിന്റെ ഗ്ലോറി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് റിവൈവലിസം എന്ന് പറയുന്നത്. സോ റിഫോർമേഷനും റിവൈവലിസം, ഇങ്ങനത്തെ രണ്ട് നേച്ചറുകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് റിഫോർമേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, യു ഗൈസ് മൈറ്റ് നോ സംതിങ് കോൾഡ് ആസ് ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജ് സോഷ്യൽ ചേഞ്ചസുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതാണ്. പിന്നെ നമുക്കറിയാം ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന ആളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ വിദ്യാസാഗറുടെ കോൺട്രിബ്യൂഷൻസ് അങ്ങനെയാണ് വരുന്നത്. അതേ സമയത്ത് റിവൈവലിസം എന്ന് പറഞ്ഞാൽ പഴയ ട്രഡീഷണൽ അവരുടെ റിലീജിയസ് ആവട്ടെ, അങ്ങനത്തെ ഗ്ലോറികൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ബ്രിങ് ബാക്ക്, അതിനെ ഒന്നുകൂടെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള റീബർത്തിന്റെ ആൻഡ് റീ ഗ്ലോറിയുടെ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ എപ്പോഴും പറയുന്ന ആര്യ സമാജ്. സോ ബ്രഹ്മസമാജ് ഉണ്ട്, ആര്യ സമാജ് ഉണ്ട്. ആര്യ സമാജിൽ നിങ്ങൾക്ക് അറിയാം, ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞിട്ട് വേദങ്ങളുടെ കാര്യങ്ങൾക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യെസ്, അപ്പൊ വേദങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേദങ്ങളിലൂടെ തന്നെ ഒരു സൊസൈറ്റിയിൽ ചേഞ്ചുകൾ അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റിവൈവിങ് ദ വാല്യൂസ് ഓഫ് വേദ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ റിഫോർമേഷൻ ആൻഡ് റിവൈവലിസം എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്. ഇനി മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എവിടേക്കാണ് പ്രധാനപ്പെട്ട റിഫോർമേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഔട്ട്ലൈൻ ആണ് ഇപ്പൊ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വളരെ വൃത്തിക്കും കൃത്യമായിട്ടും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കഥകൾ പോലെ കുറച്ച് ആൾക്കാരെയും കുറച്ച് ടേമിനെയും പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ലിസൺ ദാറ്റ് ഇൻട്രൊഡക്ഷൻ ആസ് വെൽ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഓവർ ദീസ് പെർട്ടിക്കുലർ റീജിയൻസ് ഓഫ് ബംഗാൾ, ഈ ബംഗാളിന്റെ ഭാഗത്താണ് ഈ സോഷ്യൽ റിഫോർമേഷൻ ആരംഭിക്കുന്നതും ഈ സോഷ്യൽ റിഫോർമേഷനിലൂടെ പൊളിറ്റിക്കലി കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അങ്ങനെ ബംഗാൾ നാഷണലിസത്തിലോട്ട് കാരണമാകുന്നതും എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ബംഗാളിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിഫോർമേഷനിൽ ഒന്നാണ് 1828 ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രഹ്മസഭ. ഈ ബ്രഹ്മസഭയാണ് പിന്നീട് ബ്രഹ്മ സമാജായിട്ട് മാറുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ബ്രഹ്മസമാജ് അതിന്റെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, വേർഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ രാജാറാം മോഹൻ റോയിയും കൃത്യമായിട്ട് മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് മാത്രം തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്കോപ്പ് വളരെ വലുതാണ്. അതേസമയത്ത് ബ്രഹ്മസമാജിന്റെ ഫീച്ചറും അതിന്റെ ആക്ടിവിറ്റീസും ചോദിക്കാം. രാജാറാം മോഹൻ റോയ് മരിച്ചതിനു ശേഷം ദിബേന്ദ്രനാഥ് ടാഗോറും കേശവ ചന്ദ്രാസനും ഇവരുടെ റോളുകളെ കുറിച്ച് ചോദിക്കാം. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ബ്രഹ്മസമാജ് എന്ന് പറയുന്നത്. ബ്രഹ്മസമാജിൽ തന്നെ ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ട് 1830s സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് യങ് ബംഗാൾ
മൂവ്മെന്റ്, യങ് ബംഗാൾ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്ന ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്ന ഡെറോസിയൻ മൂവ്മെന്റ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഇന്റലക്ച്വൽ റവല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഫസറാണ് പുള്ളിക്കാരൻ. പിന്നീട് ബംഗാളിന്റെ ഭാഗത്ത് വരുന്നതാണ് 1850s സമയത്ത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഞാനവിടെ വിദ്യാസാഗർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദ ഓഷ്യൻ ഓഫ് നോളജ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഈ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്തിനാ ഫേമസ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്തിനാണ്? ഇന്ത്യയിൽ വിഡോസിന്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ വിഡോ റീമാരേജ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിഫോർമേഷൻ ആണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനുകളിൽ ഒന്ന് വരുന്നത്. അതേസമയത്ത് ബംഗാളി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പേഴ്സണാലിറ്റിയും ബേസ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കലാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടോ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ റീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ റീജിയനും കിട്ടും, ആ റീജിയനിൽ ഉണ്ടായിരുന്ന ക്രൊണോളജിക്കൽ ഡെവലപ്മെന്റും കിട്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവസാനം 1897 സമയത്ത് ഒരു പ്രധാനപ്പെട്ട മിഷനുമായിട്ട് സ്വാമി വിവേകാനന്ദം വരുന്നത്. അതിന്റെ പേരായിരുന്നു എന്ത്? രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. സോ രാമകൃഷ്ണ മിഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. രാമകൃഷ്ണ മിഷൻ. അപ്പൊ അങ്ങനെ ഈ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്കിനെ പഠിക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ ബംഗാളിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 4 സോഷ്യൽ റിഫോർമേഷനും ആ 4 സോഷ്യൽ റിഫോർമേഷന്റെ പീരീഡും അതിലെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതിന്റെ ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവില്ലേ? യെസ്. ഇനി നമ്മൾ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നടത്തുമ്പോൾ നമുക്കത് ഫർദർ ക്ലാരിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെ ബംഗാളിന്റെ ഭാഗത്തായി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എവിടെയാണ്? നമുക്ക് അങ്ങ് ബോംബെയിലോട്ട് പോകാം. വീണ്ടും ബോംബെ. ഈ ബോംബെയുടെ ഭാഗത്തും പ്രധാനപ്പെട്ട കുറെ ആൾക്കാരുണ്ടെങ്കിലും ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറച്ചും ഓർഗനൈസേഷൻസും കാര്യങ്ങളും പേഴ്സണാലിറ്റീസും ആണ് ഞാൻ പറയുന്നത്. ഈ ബ്രഹ്മസമാജിന്റെ പിൽക്കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ലീഡർ ആയിരുന്നല്ലോ കേശബ് ചന്ദ്ര സെൻ. പുള്ളിക്കാരനൊക്കെ ഒരു ഇൻഫ്ലുവൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു 1867 സമയത്ത് ഫോം ചെയ്യുന്നതാണെന്ത്? പ്രാർത്ഥനാ സമാജ് എന്നുള്ളത്. പ്രാർത്ഥനാ സമാജ്. പിന്നീട് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ പ്രാർത്ഥനാ സമാജിന്റെ ഫൗണ്ടർ ഡോക്ടർ ആത്മാരാം പാണ്ഡുരാങ് ആണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജസ്റ്റിസ് MG റാണഡെ എന്ന് പറയുന്ന മഹാദേവ് ഗോവിന്ദ് റാണഡെ എന്ന് പറയുന്ന ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജിക്കായിട്ടുണ്ടായിരുന്ന വ്യക്തിത്വം. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു കാലഘട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പ്രാർത്ഥനാ സമാജിന് ശേഷം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു 1870 സമയത്താണ് ഇവിടെ പൂനെ കേന്ദ്രീകരിച്ച് പൂനെ സാർവജനിക് സഭയ്ക്ക് വരുന്നത്. പൂനെ സാർവജനിക് സഭയ്ക്ക് വരുന്നത്. പിന്നെ അപ്പോ പ്രാർത്ഥനാ സമാജായി, പൂനെ സാർവജനിക് സമാജായി. 1873 സമയത്താണ് നിങ്ങൾക്കറിയാം ജ്യോതിബ ഫുലെയും സാവിത്രിബായി ഫുലെയൊക്കെ നടത്തുന്ന സത്യശോധക സമാജ് വരുന്നത്. സത്യശോധക സമാജ് എന്ന് പറയുന്ന ട്രൂത്ത് സീക്കർ സൊസൈറ്റി എന്ന് പറയുന്ന സത്യശോധക സമാജ് വരുന്നത്. ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട ചില ഓർഗനൈസേഷൻസ് ഇവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് 1875 സമയത്ത് ഈ ബോംബെയുടെ ഭാഗത്ത് ആരംഭിച്ചതാണ് ആര്യ സമാജ്. പിന്നീട് ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി കാലഘട്ടത്തിൽ തന്നെ ലാഹോറിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആര്യ സമാജ് ഉണ്ട്. പിന്നീട് കർണാടകത്തിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി സംസ്കൃതത്തിൽ വളരെയധികം പാണ്ഡിത്യം സ്വീകരിച്ച് മെഡിക്കൽ പഠിക്കണം എന്ന് വിചാരിച്ച് ബ്രിട്ടനിലോട്ട് പോയി. പക്ഷേ പുള്ളിക്കാരിക്ക് ചെവി വല്ലാണ്ട് കേൾക്കാത്തത് കൊണ്ട് ആ പഠനം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പിന്നീട് കൽക്കത്തയിലോട്ട് വന്നു. അതിനിടയ്ക്ക് ക്രിസ്ത്യാനിറ്റിയിലോട്ട് മതം മാറി. അങ്ങനെ ഒരു സോഷ്യൽ റിഫോമർ ഉണ്ടായിരുന്നു. അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആ പെൺകുട്ടിയാണ് പണ്ഡിത് രമാബായി. 1881 സമയത്ത് പുള്ളിക്കാരി പൂനെയിലോട്ട് തിരിച്ചു വന്നിട്ട് പൂനെയില് ആര്യ മഹിളാ സമാജൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പണ്ഡിത രമാബായി കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക 1881 സമയത്ത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബോംബെ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ മദ്രാസിന് കൂടെ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള രൂപത്തിലോട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇത് ഓരോന്നും പഠിച്ചു പോകാം. ഇവരാരായിരുന്നു, ഇവരുടെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതില് ഈ മദ്രാസിന്റെ ഭാഗത്ത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. 4 നമുക്ക് മെയിൻലി അറിഞ്ഞിരിക്കണം, പക്ഷെ 2 മാത്രം ഞാനിപ്പോ പറയുന്നുള്ളൂ. ഒന്ന്, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ബ്രാഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. എവിടെയാ തിയോസഫിക്കൽ സൊസൈറ്റി ബേസിക്കലി ഉണ്ടായത്?
ഒറിജിനലി തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടായത് ന്യൂയോർക്കില, അമേരിക്കയില്. എന്നാൽ ഇതിന്റെ ഒരു ബ്രാഞ്ച് ചെന്നൈയുടെ അടയാറിൽ വരുന്നുണ്ട്. അതിന്റെ ഹെഡ് ആയിട്ടാണ് പിന്നീട് ആര് വരുന്നത്, നമ്മളൊക്കെ പറയാറുള്ള ആനി ബെസന്റ് വരാറുള്ളത്. അപ്പൊ ആ ഒരു പെർസ്പെക്ടീവില് എന്താണ് തിയോസഫിക്കൽ സൊസൈറ്റി, എന്തായിരുന്നു ഇവരുടെ കോൺട്രിബ്യൂഷൻസ്, ആരാണ് ആനി ബെസന്റ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ. പിന്നെ അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റി കഴിഞ്ഞു. പിന്നെ അതേ സമയത്ത് ഇന്നും തമിഴ്നാടിന്റെ പൊളിറ്റിക്സിൽ നമുക്ക് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞിട്ട് DMKയും AIADMK ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഈവൻ ഇപ്പൊ വിജയുടെ പാർട്ടി വരെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ്, അല്ലെങ്കിൽ ഒരു ഐക്കോണിക് സെലിബ്രേഷൻ ആണ് മോഡേൺ തമിഴ്നാടിന്റെ ഫാദർ ആയിട്ടൊക്കെ കണക്കാക്കാൻ വേണ്ടി പറ്റുന്ന തന്തൈ പെരിയാർ എന്ന് പറയുന്ന EV രാമസ്വാമി നായ്ക്കരും പുള്ളിക്കാരന്റെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 1925 സമയത്താണ്. ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഒരു 1893 സമയത്താണ് തിയോസഫിക്കൽ സൊസൈറ്റി വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കുക നിങ്ങൾ, നമ്മൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോർമേഷൻ ഏകദേശം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ബംഗാളിന്റെ ഭാഗത്ത് 4 ബ്രഹ്മസമാജ്, യങ് ബംഗാൾ മൂവ്മെന്റ്, പിന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ വിഡോ റീമാരേജ് ആക്ട്, രാമകൃഷ്ണ മിഷൻ 4 പറഞ്ഞു. ബോംബെയിലോട്ട് വരുമ്പോൾ പ്രാർത്ഥനാ സമാജ് ഉണ്ട്, പൂനെ സാർവജനിക സഭയുണ്ട്, സത്യശോധ സമാജ് ഉണ്ട്, ആര്യ സമാജ് ഉണ്ട്, പൂനെ ബേസ് ചെയ്തിട്ടുള്ള ആര്യ മഹിളാ സമാജ് ഉണ്ട് പണ്ഡിത് രമാബായിയുടെ. അങ്ങനെ ഒരു 5 ബോംബെയിലും പറഞ്ഞു. പിന്നെ 2 ഇപ്പൊ തമിഴ്നാട്ടിലും പറഞ്ഞു. തമിഴ്നാട്ടിൽ 2 മാത്രമല്ല, നിങ്ങൾ ഈ ബ്രഹ്മസമാജ് പോലെ, പ്രാർത്ഥനാ സമാജ് പോലെ തമിഴ്നാടിന്റെ ഭാഗത്തും ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു സോഷ്യൽ റിഫോർമേഷൻ ഉണ്ട് 1864 വേദ് സമാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബ്രഹ്മസമാജിന്റെ അതേ കോപ്പി, അതേ ഫീച്ചേഴ്സ്, അതേ ഇൻഫ്ലുവൻസിങ് പവർ, പക്ഷെ ഡിഫറെന്റ് ലാൻഡ് ആൻഡ് ജോഗ്രഫി. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. So this is your basic and blueprint regarding how you have to learn this particular topic, socio-religious reformative movement. ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ. ഇതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ബംഗാളിന്റെ ഭാഗത്തുള്ള ഈ ഓരോ വ്യക്തികളെയും, ബ്രഹ്മസമാജ് അതുപോലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ വൃത്തിക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് ഇങ്ങനെ പോകും. സോ ഇതാണ് നിങ്ങളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പേരുകളൊക്കെ ഫെമിലിയർ ആകുന്നുണ്ടോ എന്ന് നോക്കുക. ശേഷം നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, അവരുടെ ഒരു സിഗ്നിഫിക്കൻസ്, ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ ഈ ടോപ്പിക് നമ്മുടെ കയ്യിലുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കുക.